ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലെല്ലാം പറഞ്ഞ് തുടങ്ങണമെന്നുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഇതെൻ്റെ 5ാമത്തെ അങ്ങനെ ടേക്കാണ് ഈ ഇൻട്രോ പറയുന്നത്. അതുകൊണ്ട് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇന്നെനിക്ക് ലീവാണ്. സോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. വെറുതെ കിടന്ന് ഫോണും നോക്കി ഫുഡും കഴിച്ചിരിക്കുന്ന ദിവസമല്ല എനിക്കിന്ന്. ഇന്ന് ഫുൾ ഡേ പ്രൊഡക്റ്റീവായിട്ട് എന്തെല്ലോ കാര്യം ചെയ്യാനുണ്ട്. ആദ്യം നമുക്കൊരു ദോശ ഇട്ട് തുടങ്ങാം. ശരി, നെക്സ്റ്റ് കൈ പൊട്ടിനില്ല, പക്ഷെ സൂപ്പർ സാധനം. ഞാൻ വിചാരിച്ച നല്ല ദോശ ആവില്ല എന്നാണ്, പക്ഷെ സാധനം നല്ലുണ്ട്. ഇത് ഇന്നലത്തെ കൊത്തു പൊറോട്ട, ഇത് ഇന്നത്തെ ദോശ, ഇത് ഇന്നത്തെ ചായ, ഇതെൻ്റെ വെള്ളം, ഇത് പഞ്ചസാര, ഇതും കുപ്പിയും വെള്ളം. ദോശ 3 ചുറ്റിനും, പക്ഷെ 1 കഴിക്കാൻ പറ്റില്ല. കാരണം ഇന്നലത്തെ കുത്തു പൊറോട്ട ബാക്കിയാണ്. കുത്തു പൊറോട്ട കഴിച്ചു, ചായയും കുടിച്ചു. ശരി, നമുക്ക് 2 ദിവസം ആഴ്ചയിൽ ലീവുണ്ട്. ഈ 2 ദിവസത്തിൽ ഒരു ദിവസം ഫുള്ള് ഞാൻ റെസ്റ്റ് എടുക്കലായിരിക്കും. ഒന്നും ഞാൻ പണിയൊന്നും എടുക്കില്ല. ഫുള്ള് ബെഡിൽ തന്നെ കിടന്ന് ഇങ്ങനെ റീൽസ് നോക്കി സമയത്തിന് ഫുഡും കഴിച്ചിട്ട് തീർക്കും. 2ാമത്തെ ദിവസം ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇത്. അപ്പം ഫസ്റ്റ് പരിപാടി കുക്കിങ്ങിന് ഇന്ന് സ്പെഷ്യൽ എന്നറിയാം, കൂട്ടുകറി ആൻഡ് ബീഫ് റോസ്റ്റ്. കൂട്ടുകറി പറഞ്ഞറിയില്ലേ, എലിശ്ശേരി പ്ലസ് ബീഫ് റോസ്റ്റാണ് ഇന്ന് നമ്മളെ ലഞ്ചിനും ഡിന്നറിനും. നാളത്തെ ലഞ്ചും കൂടി അതായിരിക്കും. പിന്നെ നേരത്തെ ബീഫെല്ലാം എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിനി, കാരണം ഇത് ഫ്രീസറിലുണ്ടായിനി. 2-3 ദിവസം മേടിച്ചിട്ട്. അപ്പം ഞാൻ ഫ്രീസറിൽ വെച്ചിന്. ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ കറിക്ക് വേണ്ട മെയിൻ സാധനം കടലക്ക ഞാൻ നേരത്തെ എടുത്ത്, ഇന്നലെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് കഴിഞ്ഞാൽ അടുത്തതെന്ന് പിന്നെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ. ഞാനിത് പണ്ടേ ഒന്നും ചെയ്യാറില്ല, ഈ സ്കിൻ കെയറും ഹെയർ കെയറും. ഇപ്പം എപ്പോൾ റീൽസ് തുറന്നാലും കാണുന്നത് ഇതെല്ലാം. എല്ലാ പെൺപിള്ളേരും ഹെയർ കെയർ സ്കിൻ കെയറും അങ്ങനെ എല്ലാം ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ചെയ്യേണ്ടി ഇതെല്ലാം. ഞാൻ നിങ്ങൾ ഇതൊന്നും ചെയ്യാണ്ട് നടക്കുന്നു, പൗഡർ ഇട്ട് നടന്നാൽ പോരല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. സ്കിന്ന് പിന്നെയും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കെയറിൽ, പക്ഷെ ഹെയർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതാണെന്നൊരു വിഷമം. പക്ഷെ നമ്മൾ തളരാൻ പാടില്ല, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം അവർക്ക് തോന്നിയിട്ട് അവർ വളരട്ടെ. ഓക്കെ, അപ്പം മെല്ലെ തുടങ്ങാം. ഇടുന്ന് തുടങ്ങുന്നുണ്ട്, കുറേ പണിയുണ്ട്. ഇതാണ് എൻ്റെ നിലവാരം. ഇവിടെയാണ് ഞാൻ എല്ലാ സാധനങ്ങളും വെക്കാറ്. എൻ്റെ ഡ്രസ്സും എൻ്റെ ഇഞ്ചാക്ക് എല്ലാം ഇവിടെയാണ് വെക്കല്. ഓക്കെ, ആദ്യം അരി കഴുകി അടുപ്പത്ത് വെക്കാം. അതിന് കുക്കർ ആവശ്യമാണ്. ആദ്യം കുക്കർ എടുക്കാം. കുക്കർ റെഡി. എന്നാൽ പിന്നെ ഞാൻ വേഗം പോയിട്ട് കുക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് കാണാട്ടാ. രമാദേവി PC, കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കല്? കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കല്? ആദ്യം കടലക്ക വേവിക്കണ്ട്. ചേനില്ലാത്ത കടക്കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാവും, നീ പറ. അങ്ങനെയുള്ള കൂട്ടുകറിയെല്ലാം ഉണ്ട്, നീ പറ. ഓക്കെ, ഞാൻ എല്ലാം മറന്നു. ഒരു വോയിസ് ഇട്ടെ വാട്സപ്പില്. എന്ത് കഷ്ടാണ്. ശരി. കൂട്ടുകറിയൊക്കെ മെയിനായിട്ട് വേണ്ടതാണ് കായ്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. നമുക്ക് കൂട്ടുകറിയാക്കാൻ കായ് മാത്രം പോരാ, ചേനയും കൂടി വേണം. അതിപ്പോൾ അമ്മ വിളിക്കുമ്പോൾ അത് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ചേന ഇല്ലാണ്ട് കായ് മാത്രം വെച്ചിട്ട് കൂട്ടുകറി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ 1/2 കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. അഥവാ അത് പൊളിഞ്ഞാൽ ഇതിനെക്കൊണ്ട് നമുക്ക് പരിപ്പും കായും കറി വെക്കാം. ഓക്കെ, ഇത് എന്നിട്ട് ഇതിന് പ്രത്യേക ഷേപ്പെല്ലാം ഉണ്ട് കൂട്ടുകറിയാക്കുമ്പോൾ മുറിക്കാൻ. ആദ്യം ഇങ്ങനെ നടുക്കാൻ മുറിക്കുക, എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ വീണ്ടും നടുക്കാൻ മുറിക്കുക, അതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്യുക. ഒന്നുകൂടി കാണിച്ചുതരാം. ഇത് എന്നിട്ട് അങ്ങനെ നാമ്പുള്ള നമ്മൾ ശ്രദ്ധിക്കണം. കത്തിയെല്ലാം ഉപയോഗിച്ചിട്ട് ആയുധം വെച്ച് കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം മെല്ലെ ഇങ്ങനെ ചെയ്യാം. അതിന് ശേഷം ഇങ്ങനെ. ഓക്കെ, കായ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് വെള്ളത്തിലിടാം. അപ്പം നമ്മളെ കുക്കറിൻ്റെ വിസിലടിക്കും. ഇപ്പം 1 2 3 4. ഈശ്വര, വെള്ളം കുടിപ്പോയി, പുറത്തേക്കെല്ലാം ഒലിക്കുന്നുണ്ടല്ലോ. എടാ, കൂട്ടുകറി ഏകദേശമായിട്ടുണ്ട്. സംഭവം എനിക്ക് അറിയുന്നുണ്ടായിട്ട് ആ കൂട്ടുകറിയിൽ ചേന ഇടണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ചേന ഇല്ലാണ്ടാണ് ഇപ്പോൾ കൂട്ടുകറി വെച്ചിട്ടുള്ളത്. എന്താണെന്നറിയില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൂട്ടുകറിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അത് മതി നമുക്ക്.
കൂട്ടുകറീൻ്റെ അരുവത്തെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൂട്ടുകറി റെഡി, ചോറ് റെഡി, കഞ്ഞീര വെള്ളം റെഡി. പിന്നെ കുക്കറിൽ ബീഫ് ഉണ്ട് അത്ര, അത് തുറക്കണം. അതിന് എനിക്ക് കുളിക്കണം. കുളിച്ചിട്ട് വന്നിട്ട് ആകുമ്പോഴേക്ക് അത് വേവും. അപ്പോൾ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ എണ്ണ തേക്കാനുണ്ട്. എണ്ണ തേക്കണം. പിന്നെ വേറൊരു പരിപാടി കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് ബീഫ് ഒന്ന് ഓർക്കാം. നല്ല പാട്ടും വെച്ച് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഹെയർ മസാജ് എല്ലാം ചെയ്യണം. വെളിച്ചെണ്ണൊക്കെ അവരിന്ന് തടാൻ ഇതാണ് കേട്ടോ. ഇത് മുടിക്ക് നല്ലതാണ്. ഇതറിയില്ല എല്ലാവർക്കും, വിറ്റാമിൻ എ. വിറ്റാമിൻ എ നല്ലതാണ് മുടിക്കെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ആരോ പറയുന്നത്. ഈ സാധനം കണ്ട, ഇത് ഓർഡിനറിൻ്റെ ഓർഡിനറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എന്തോ ആണ്. പിന്നെ ഏതോ റീലിൽ കണ്ടിന് ഇത് വീക്കിലി 1 or 2 യൂസ് ചെയ്താൽ നല്ലതാണ്. അങ്ങനെ മനസ്സിലാണ്. എനിക്ക് പ്രത്യേകിച്ച് വല്ല അറിവൊന്നുമില്ല എന്നെ കുറച്ചിട്ട്. പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. എൻ്റെ ഫേസിന് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. 4 ഞാൻ ഇത്ര നാൾ ഉപയോഗിക്കാറില്ല ഡ്രസ്സിലെ. ഇതെടുത്തിട്ട് മെല്ലെ തടി കൊടുക്കും. ഇത്രയേ വേണ്ടു. ഇനി ഇതൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കഴുകിക്കളയാം. അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം. കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് മുടി ഉണക്കാനുണ്ട്, പിന്നെ സ്കിൻ കെയർ. ഇതെൻ്റെ സ്കിൻ കെയറിൻ്റെ ബോക്സ്. ഇതിനെ സ്കിൻ കെയർ എന്ന് പറയുന്നത് എനിക്കറിയാൻ പാടില്ല, എന്തെല്ലാം ഇടത്ത് മുഖത്ത് ഞാൻ തേക്കുന്നുണ്ട്. YSLൻ്റെ ഒരു ആഫ്റ്റർ ഷേവ് ബാമാണ് ഇത്. ഞാൻ എൻ്റെ ഫേസിലെ ഹെയറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ ഇത് കുറച്ച് മതി. ഭയങ്കര സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്, നല്ല പെർഫ്യൂമിൻ്റെ. ഞാൻ ഈടെ കാര്യമായിട്ട് ഷേവ് ചെയ്തിട്ട് ഈ ബാം യൂസ് ചെയ്യുമല്ലോ. ഇത് ഓർഡിനറിൻ്റെ ഇതിനെന്തോ പറയും, ഗ്ലൈക്കോളിക് ആസിഡ്. അത് ഞാൻ എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മുഖത്ത് ചെറിയ കുഞ്ഞു കുത്തുണ്ടായിന്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. സംഭവം ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട് 1 വർഷത്തിന് മേത്തിയായി. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം നല്ല മാറ്റം ഉണ്ടാവാൻ തുടങ്ങി. ശരിക്കും കോട്ടൺ പാഡെല്ലാം വെച്ചിട്ട് ചെയ്യണം എന്നാണ്. എൻ്റെ അടുത്ത് കോട്ടൺ പാഡൊന്നുമില്ല. അപ്പം നേരിട്ട് നമ്മളിങ്ങനെ തടി കൊടുക്കും. ഇത് ഓർഡിനറിൻ്റെ തന്നെയാണ്. ഈ നിയാസിനമൈഡെല്ലാം ഒരു സെറാന്ന് കേട്ടോ. ഇത് ഞാൻ എപ്പോഴെല്ലാം മുഖത്ത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം. ഇപ്പോൾ രാവിലെ കുളിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അപ്ലൈ ചെയ്യും കുളിച്ചതിന് ശേഷം. അത് കഴിഞ്ഞ് രാത്രി കുളിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അപ്ലൈ ചെയ്യും. അങ്ങനെ 2 നേരമാണ് ഒരു ദിവസം ഞാൻ തടാറ്. അടുത്തത് സ്നെയിൽ മിസ്സിൻ്റെ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെ ഇതിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം. പണ്ട് ഭയങ്കര ഡ്രൈ ആയിരുന്നു എൻ്റെ ഫേസ്. ഒന്നാമത് എടുത്ത് ഈ ക്ലൈമറ്റും കൂടി ആയ പിന്നെ നല്ലോണം ഡ്രൈ ആയിനി. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ നല്ല മാറ്റമുണ്ട്. ഇതെല്ലാം ഞാൻ അപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റെല്ലാം ഉണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഇഷ്ടമില്ല വാരി തേക്കുന്ന അത്ര തന്നെ. സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ വേഗം പോയി റെഡി ആയിട്ട് വരാം. പുറത്ത് പോയണ്ട് റെഡി ആവുന്നതിന് പോട്ടെ ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഓടിപ്പോയി ഫുഡ് കഴിച്ചിട്ട് നല്ല ബീഫും കൂട്ടുകറിയും. ഞാൻ വേഗം പെട്ടെന്ന് പോയിട്ട് വിളമ്പട്ടെ. പറഞ്ഞ പോലെ ഫുഡ് റെഡി, ബീഫ് റെഡി, കൂട്ടുകറി റെഡി, ചോറ് റെഡി. എനിക്ക് കഴിച്ച് നോക്കി ടേസ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ആദ്യം കൂട്ടുകറി കൂട്ടുന്നേ. കൂട്ടുകറി ഇങ്ങനെ നോക്കട്ടെ. ചേനയില്ലാത്ത കൂട്ടുകറിയാണ്. മോശമില്ല, ചേനയില്ലാത്ത കൂട്ടുകറിയും ടേസ്റ്റ് ആട്ടാ. ബീഫ് പൊളിഞ്ഞിനി. ഞാനൊരു പുതിയ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. പൊളിഞ്ഞിനി വമ്പം പൊളിഞ്ഞിന്. ശരി വിഷമാവുന്നു. ബീഫ് വെറുതെ കളഞ്ഞിടാ ഞാൻ. ഒട്ടും കൊള്ളൂല. വേണമെങ്കിൽ എനിക്ക് തള്ള. സൂപ്പർ, ഞാൻ ഉണ്ടാക്കിയ കൂട്ടുകറിയും ബീഫറിയും സൂപ്പറെന്ന് തള്ളാൻ പോലും ഇല്ല. കൂട്ടുകറി ഉണ്ടേ, കൂട്ടുകറി എത്ര വേണം തള്ള. പെട്ടി എടുക്കട്ടെ. ഇതിൻ്റെ കഥ പറഞ്ഞിട്ടല്ല അല്ലേ. ഞാൻ ആറ്റെന്ന് വെച്ചിട്ടൊരു ഷൂ മേടിച്ച്. ഷൂ ഇട്ടെല്ലാം നോക്കി എല്ലാം ഓക്കെ, എന്നെ ഇഷ്ടമായി. പക്ഷെ എന്തോ ഒരു പന്തികേട് എനിക്ക് ഇട്ട് നടക്കുമ്പോൾ തോന്നി. എന്നിട്ട് എന്താക്കി, ഞാൻ നേരെ വേറൊരു JD പറയുന്നൊരു ഷോറൂമുണ്ട്, അവിടെ പോയിട്ട് ഇത് സൈസ് 4 ആണ്, 3.5 ഇട്ട് നോക്കി. അത് ഇട്ട് നോക്കുമ്പോഴേക്കും അതാണ് എനിക്ക് പെർഫെക്റ്റ് ഫിറ്റായിട്ട് നിൽക്കുന്നത്.
അപ്പം ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര കൺഫ്യൂഷനായി. ഇതാണെങ്കിൽ എനിക്കൊരു ചെറിയ ലൂസെല്ലാം പോലെ ടൈറ്റ് കെട്ടിയാൽ മാത്രമേ നിൽക്കുന്നില്ലൂ, അങ്ങനെയല്ല. അപ്പോൾ 3.5 ഇട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ സൈസ് 3.5 ആണ്. അപ്പം ഈ സൈസ് 4 കൊടുത്തിട്ട് ഞാൻ എന്താക്കാൻ പോകുന്നത് 3.5 ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പം എക്സ്ചേഞ്ച് ആക്കാൻ വേണ്ടി പോകുന്നു ഞാൻ. അത്ര തന്നെ. ഇത് ഞാനിപ്പോൾ ഇവിടെ പോസ്റ്റ് ഓഫീസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് ഈ ഇവിടുത്തെ ഏതോ ഒരു ഏജൻസി ഉണ്ട്, ആ ഏജൻസി വന്നിട്ട് എടുക്കും. അതെടുത്തിട്ട് അവരാടെ എത്തിക്കഴിഞ്ഞിട്ട് അതേ കണക്ക് 3.5 എന്ന് പറയുന്ന സൈസ് അവരയക്കും. ടോട്ടൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ സംഭവം റെഡിയാവും. എന്നിട്ട് വേണം എനിക്ക് അതിലോട്ട് നടക്കാൻ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കട. ഏട്ടാ ഞാൻ ഒന്ന് അതിലേക്ക് കയറിക്കോട്ടെ, പേടിയാവും നമുക്ക്. ഏട്ടാ എടാ ബേബി, ഞാൻ ഒന്ന് ഇതിലേ പോയിക്കോട്ടെ, പോകുന്നുണ്ടേ പ്ലീസ്. എന്നെ ഒന്നും ചെയ്യല്ലേ കേട്ടോ, എന്നെ ഒന്നും ചെയ്യല്ലേ. നീ എന്നെ പഠിക്കുമെന്നല്ല ഞാൻ നിന്നെ പഠിക്കുമെന്ന്. പുള്ളി ഉണ്ടെങ്കിൽ എനിക്ക് നല്ല കയറാൻ പേടി. ഇറ്റ്സ് ഓൾ റൈറ്റ്, ബൈ. നമ്മൾ റിട്ടേൺ ആക്കിയതിന് ശേഷം ആടുന്ന് അവർ റെസീറ്റെല്ലാം തരും. റെസീറ്റ് അതെല്ലാം കഴിഞ്ഞു. ആടുന്ന് ഞാൻ സെറ്റാക്കി റിട്ടേണിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് ഇടാ വൈകുന്നേരം ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കടിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ബസ് കയറി പോകണം, 2-3 സ്റ്റോപ്പ് അപ്പറേ. അപ്പം ആടെ ഡോണറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പോയി ഡോണറ്റ് വാങ്ങിച്ചിട്ട് ചായ എല്ലാം ആക്കി കുടിക്കാമെന്ന്. Do I need to pay for this? No, it's for free. Oh, really? All right. Can I have that white one, please? Oh, that's so cute. Thank you. Bye. വലിയില്ലേ ആ കുഞ്ഞ് തന്നതാണ്. നല്ല ഗ്രൗണ്ടാണ്ട് എങ്ങ. ഇതെന്തിനാ റൈഡാക്കി വെച്ചിനി? ഈ ഡോഗ്സ് എല്ലാം ഇല്ലേ, അതിനെല്ലാം വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മേയ്ക്കാനും അവർക്ക് കളിക്കാനും അപ്പിടാനും എല്ലാം വേണ്ടിയിട്ടില്ലേ വലിയ അവരെ ഒരു പാർക്കാന്ന് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാമട്ടക്കായായിരുന്നു കളിക്കുന്നുണ്ട്. അതാ എമ്മാതിരി സാധനം അറിയാത്. അയാൾ അതിനെ കളിപ്പിക്കുന്നു. ഇവിടെ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ കുറേ ആൾക്കാർ അവരെ ഡോഗ്സിനെയും കൊണ്ട് വരും. അവരിങ്ങനെ കളിപ്പിക്കും. അയ്യോ കണ്ട അമ്പോ എന്ത് സാധനടത്. പക്ഷെ ഇവര് ഈറ്റിങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്, ഇവരാരും കടിക്കൂല, ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. ഒരുപാട് ആൾക്കാർ ഒപ്പം വരും, വൈകുന്നേരം ആയാലും രാവിലെ ആയാലും വന്നിട്ട് ഇങ്ങനെ ആ ഡോഗ്സിനെല്ലാം കളിപ്പിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോകും. ഇടുന്ന അവർക്ക് ഫുൾ ഫ്രീ ആണ്. ഇത്രയും വലിയ സ്ഥലം നോക്കടാ. നാട്ടിലാന്ന് ഇത്ര പോലെ സ്ഥലം ഉണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, ഒരു 6 പറഞ്ഞാൽ കൂടിയാ കുറഞ്ഞ എന്തായാലും ഒരു 4-5 വീടും കൂടെ ഉണ്ടാക്കിയത്. ഇതാണ് ഞാൻ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ്. എനിക്ക് വേണ്ട ഡോണറ്റ്സ് എടുക്കുന്നു, തിരിച്ചു വിട്ടുന്നു. ഡോണറ്റ്സ് അല്ല ശരിക്കും പറഞ്ഞാൽ ക്രൊസൻ്റാണ്. എനിക്കത് ശരിക്കും പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ടാണ് ഡോണറ്റ് പറയുന്നത്. അതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുമല്ലോ. ഇതെൻ്റെ ഫേവറേറ്റ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ഓൾമോസ്റ്റ് കഴിയാനായി. പാക്കറ്റ് എടുക്കട്ടെ. സാധനം കിട്ടിയിട്ടുണ്ട്. നേരെ ബില്ല് ചെയ്യാൻ പോട്ടെ. വേറൊന്നും കാണിക്കാനില്ലാന്ന് തോന്നുന്നു. ഇത് എല്ലാം ഇടവെക്കാം. അതിനുശേഷം ഇതിങ്ങനെ സ്ക്രീനിൽ തൊട്ടാൽ നമ്മൾ മേടിക്കുന്ന ബേക്കറി മാത്രമല്ല, ബേക്കറി സെലക്ട് ചെയ്യാം. ഇത് അത്ര എണ്ണം ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ചെയ്യാം. പിന്നെ ഞാനൊന്ന് എടുത്തിനി ഇത്, അത് ഡോണറ്റിൽ ഇത്, അത് 1 ഉള്ളൂ. പിന്നെ ഇത് ആക്കി കൺഫേം അടിക്കാം, കണ്ടിന്യൂ അടിക്കാം. അതായത് ടോട്ടൽ 4 സാധനം, 1, 2, 3, 4 സാധനം, 1, 2, 3, 4 സാധനം. അതിനുശേഷം ഇതെല്ലാം എടുത്തിട്ട് ഇവിടെ വെക്കുക. അപ്പോൾ അവർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. കണ്ട, അപ്പോൾ ടോട്ടൽ ഇത്രയും പൈസയായി. പക്ഷേ ഇതിൽ ഈ സാധനം എനിക്ക് ഫ്രീ ആണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ആപ്പിലൊരു QR കോഡ് ഉണ്ടാവും, അത് ഇവിടെ വെക്കണം. അത് ഞാൻ വെക്കട്ടെ. 5 മിനിറ്റിൽ ബസ്സുണ്ട്, വേഗം പോവാം, ബസ് ഓടിക്കാം, വീട്ടിൽ പോവാം, ചായ വെക്കാം, ചായ കുടിക്കാം. അപ്പം ഇനി വീട്ടിലെത്തിയിട്ട് കാണാട്ടാ. നല്ല ടേസ്റ്റാണ്. ബാക്കി 2 നാട് എടുത്ത് വെച്ചിട്ട് പോയി എത്തുന്നത്. അയ്യല്ല നാളെ രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കൊന്നും ഉണ്ടാക്കാം രാവിലെ കഴിക്കാൻ.
അത് രാവിലെ നമുക്ക് ജോലിക്ക് പോകും. ആയിരിക്കും മാത്രമേ ഒരു വിഷമില്ല. അപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകാൻ നമുക്ക് ഇത്ര മടിയേ. ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാൻ മടി, വലുതായി ജോലിക്ക് പോകാൻ മടി, ഇതെല്ലാം തരം മടികളാണ് ആൾക്കാർക്ക്. പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇടം വെച്ചിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നട്ടാ. എൻ്റെ വീഡിയോ കണ്ട് ഈടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ താങ്ക് യു. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നമ്മൾ സബ്സ്ക്രൈബും കൂടി ചെയ്തേ.